സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോക്ക് എന്ന് പറയുന്ന പോമിന്റെ ടെക്സ്ച്വൽ ആക്ടിവിറ്റീസും ഷോർട്ട് ക്വസ്റ്റ്യൻസും ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടെസ്റ്റിൽ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, 20 बरसों के अखबार के पीछे छोड़ाया इस कथन का तात्पर्य क्या है? അതായത് 20 വർഷങ്ങൾ മുന്നേ ഉള്ള ഒരു പത്രം എടുത്തു നോക്കുന്നത് പോലെയാണ് ഈ ഒരു കാര്യം പറയുന്നത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. കവി अपने बचपन की उस चौक और उन औरतों की याद को पीछे छोड़ आया है जो उसे चौक പാർ കർണ സിഖായെ. അതായത് കവി ഇവിടെ സംസാരിക്കുന്നത് ആ നാൽക്കവലയെ കുറിച്ചും ആ സ്ത്രീകളെ കുറിച്ചുമാണ്, അവരുടെ ഓർമ്മയെ കുറിച്ചിട്ടാണ്, അവരെ കുറിച്ചുള്ള ഓർമ്മയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അത് 20 വർഷങ്ങൾക്ക് മുന്നേ നടന്നതാണ്. അവരാണ് നമ്മുടെ കവിയെ നാൽക്കവല ക്രോസ് ചെയ്യാൻ പഠിപ്പിച്ചത്. അബ് ബഡാ ഹോ ഗയാ ഹെ, ഇപ്പോഴിതാ കവി വലുതായിരിക്കുന്നു. ഓർ 20 ബരസ് ബീത് ഗയെ, അതായത് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞിരിക്കുന്നു. പരന്തു മൻമേം അബി വേ പുരാനി യാദേം താസിഹെ, പക്ഷെ ഇപ്പോഴും മനസ്സിൽ ആ പഴയ കാര്യങ്ങളെല്ലാം ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ബഡേ ഷഹർ കെ ബേതർത്തീബ് ചോക്ക് കവിനെ ഏസെ ക്യോം കഹാ ഹോഗ, അതായത് വലിയ നഗരത്തിന്റെ വളരെ തിരക്കുകളുള്ള ഒരു നാൽക്കവല കവി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നതാണ് അടുത്ത ചോദ്യം. ചോക്ക് ഹമേഷ ഭീഡ് ഭരി ഹോത്തി ഹെ, അതായത് ഒരു നാൽക്കവല എന്ന് പറയുന്നത് എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലമാണ്. വഹാം ബഹുത് സേ ലോഗ് ഓർ ഗാഡിയാം ഹോത്തി ഹെ, അവിടെ ഒരുപാട് ആളുകളും വാഹനങ്ങളും ഉണ്ടാകും. ജബ് ബി കവി കിസി ചോക്ക് കോ ദേഖ്തേ ഹെ തോ ഉസെ അപ്നാ ബച്പൻ യാദ് ആ ജാതാ ഹെ, അതായത് കവിക്ക് എപ്പോഴെങ്കിലും ഒരു നാൽക്കവല കാണുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തന്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നു. ഉസെ വേ സ്ത്രീയാം യാദാത്തി ഹെ, അദ്ദേഹത്തിന് ആ സ്ത്രീകളെ ഓർമ്മ വരുന്നു. ജിനോനെ ബഹുത് പ്യാർ ഓർ ധ്യാൻ സെ ഉസെ ചോക്ക് പാർ കർവായ താ, അവര് വളരെ സ്നേഹത്തോടും കരുതലോടും കൂടി കവിയെ ആ നാൽക്കവല ക്രോസ് ചെയ്യിച്ച് അപ്പുറത്ത് എത്തിക്കുന്നത് അദ്ദേഹം ഇപ്പോഴും ഓർക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വൺ, സഹി മിലൻ കരേം, അതായത് മാച്ച് ദ ഫോളോയിങ് ആണ് ഇവിടെ പറയുന്നത്. ഇന്തസാർ കർണ, അതായത് കാത്തിരിക്കുക എന്നാണ് അതിന് അർത്ഥം വരിക. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ടുള്ളത് പ്രതീക്ഷ കർണ. ഹവാലെ കർണ, അതായത് ഏൽപ്പിക്കുക, അതാണ് അതിന്റെ മീനിങ് വര. സോം ദേന. നെക്സ്റ്റ് വൺ, ദാഖില ലേന, അത് അതിന്റെ മീനിങ് വരുന്നത് അഡ്മിഷൻ എടുക്കുക, അതായത് പ്രവേശ് കർണ ആണ് അതിന്റെ മീനിങ് വരുന്നത്. നെക്സ്റ്റ് വൺ, ചോട് ആന, അതായത് ഉപേക്ഷിത് കർണ, അതായത് ഉപേക്ഷിച്ച് പോരുക, അതാണ് അതിന്റെ മീനിങ് വര. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമാൻ ആശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖിയെ, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ആശയങ്ങൾ അനുസരിച്ചിട്ടുള്ള വരികൾ കവിതയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഉൻ മഹിളാവോം നെ മുझे കഠിനായിയോം കോ പാർ കർനെ മേ മദദ് കി, അതായത് ആ സ്ത്രീകൾ എന്നെ വിഷമതകൾ തരണം ചെയ്യാൻ വേണ്ടി എന്നെ സഹായിച്ചു, അതാണ് ആ ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരം, അവിടെയുള്ള വരികൾ നമ്മൾ പഠിച്ച പോമിന്റെ വരികൾ ഇതാണ്. ഉൻ സ്ത്രീയോം കാ വൈഭവ് മേരെ സാത്ത് രഹാ ജിനോനെ മുझे ചോക്ക് പാർ കർണ സിഖായ, അതായത് ആ സ്ത്രീകളുടെ ആ ഒരു അവർക്കുണ്ടായിരുന്ന ആ വൈഭവം എനിക്കും കിട്ടി, അവരാണ് എന്നെ ഈ നാൽക്കവല ക്രോസ് ചെയ്യാൻ പഠിപ്പിച്ചത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചോട്ടെ ഷഹർ കെ സ്കൂൾ മേം ഭർത്തി ഹുയി, അതായത് ഒരു ചെറിയ ടൗണിന്റെ സ്കൂളിൽ ഞാൻ അഡ്മിഷൻ എടുത്തു, അങ്ങനെയുള്ള വരികളാണ് ഇവിടെ പറയുന്നത്. കസ്ബെ കെ സ്കൂൾ മേം മേനെ പെഹ്ലി ബാർ ദാഖില ലിയാ താ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, അസ്ത് വ്യസ്ത് ചോരാഹോം കോ
പാർ കർത്തെ സമയ മുझे ഉൻ സ്ത്രീയോം കി യാദ് ആതി ഹെ. അതായത് അസ്തവ്യസ്ത വളരെ തിരക്കുകളുള്ള 4 കവലകൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ സ്ത്രീകളെ ഓർമ്മ വരും. അതിനെ ഉദ്ധരിക്കുന്ന വരികൾ ഇവയാണ്. ജബ് കബി मैं किसी बड़े शहर के बेतरतीब चौक से गुजरता हूँ उन स्त्रियों की याद आती है. इनी नेक्स्ट वन, स्त्रियों ने मुझे പ്രതീക്ഷ കർണ സിക്കായ. അതായത് ആ സ്ത്രീകളാണ് എന്നെ കാത്തിരിക്കാൻ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ പഠിപ്പിച്ചത്. അപ്പൊ അത് പറയുന്ന വരികൾ ഇവയാണ്. छुट्टी होने पर मैं उनका इंतजार करता था. അതായത് കർത്താത്ത ഉനോനെ മുझे इंतजार करना സിഖായ. അത് അർത്ഥമാക്കുന്ന വരികൾ ഇവയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. इन प्रसंगों के चित्र खींचे, ശീർഷക് ദേ ഓർ പ്രദർശിനി ചലായ. അതായത് ഇവിടെ പറയുന്ന ഈ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന ഇവന്റ്സ്, ഇവിടെ പറയുന്ന ഈ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പിക്ചേഴ്സ് എടുക്കുക, അതിന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് നിങ്ങളൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ബച്ചോം കോ ചോക്ക് പർ പാർ കർനെ മേം സഹാരെ ദേനെ വാലെ സ്ത്രീ. അതായത് അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഒരു കുട്ടിയെ ഒരു 4 കവല ക്രോസ് ചെയ്യാൻ സഹായിക്കുന്ന സ്ത്രീ അതിനെ കുറിച്ചിട്ടുള്ള ഒരു പിക്ചർ എടുക്കാനാണ് നിങ്ങളോട് പറയുന്നത്. സെക്കൻഡ് വൺ, ബച്ചേ കോ സ്ത്രീയോം കെ ഹവാലെ കർണേ വാലി മാ. അതായത് തൻ്റെ കുഞ്ഞിനെ കുറച്ച് സ്ത്രീകളുടെ അടുത്ത് വിശ്വസിച്ച് ഏൽപ്പിച്ചു വരുന്ന ഒരു അമ്മ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, അക്കേലെ ഫാട്ടക് പാർ കർത്തെ ഹുവേ സ്കൂൾ പहुंचने वाले ബച്ച. അതായത് ഒറ്റയ്ക്ക് സ്കൂളിന്റെ ഗേറ്റ് കടന്ന് എത്തുന്ന ഒരു കുട്ടിയുടെ പിക്ചർ. ഇനി തേർഡ് വൺ, ദോസ്തോം കെ സാത്ത് സഡക് പാർ കർക്കെ സ്കൂൾ ജാനെ വാലെ ബച്ച. അതായത് തന്റെ കൂട്ടുകാരുടെ കൂടെ റോഡ് ക്രോസ് ചെയ്ത് സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടി. അപ്പോൾ ഇത്രയും പിക്ചേഴ്സ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇത്രയും പിക്ചേഴ്സ് എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു എക്സിബിഷൻ ഓർഗനൈസ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കവിത കാ ആശയ സ്പഷ്ട കീജിയെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കവിതയെ കുറിച്ചിട്ടുള്ള ആശയം വിശദീകരിക്കാനാണ് ഇവിടെ പറയുന്നത്. യഹ് കവിത കവി കെ ബച്പൻ കി യാദോം സെ ജുഡി ഹുയി ഹെ. അതായത് ഈ കവിത എന്ന് പറയുന്നത് കവിയുടെ തന്റെ കുട്ടിക്കാലത്തിലെ ഓർമ്മയിൽ നിന്നുള്ളതാണ്, അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്നുള്ളതാണ്. കവി അപ്നെ മൊഹല്ലെ കെ ചോക്ക് ഓർ വഹാം കി ഔരതോം കോ യാദ് കർത്താ ഹെ. അതായത് കവി തന്റെ താമസിച്ചിരുന്ന സ്ഥലവും അവിടെ ഉണ്ടായിരുന്ന 4 കവലയും അവിടുത്തെ സ്ത്രീകളെയും കുറിച്ചാണ് ഇവിടെ ഓർക്കുന്നത്. വേ ഓരത്തെയും ഉസേ സടക് പാർ കർവാത്തി തി. ആ സ്ത്രീകളാണ് അദ്ദേഹത്തെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ചിരുന്നത്. സ്കൂളിലെ ജാത്തി തി. അതിനുശേഷം അദ്ദേഹത്തെ സ്കൂളിൽ കൊണ്ടുപോയിരുന്നു. ഓർ ഇന്തസാർ കർണ സിഖാത്തി തി. അതിനുശേഷം അവരെ കാത്തിരിക്കാൻ ആയിട്ട് പഠിപ്പിച്ചിരുന്നു. വഹ് ചോക്ക് കവി കെ ജീവൻ മേ സുരക്ഷ സ്നേഹ സീഖ് ഓർ അപ്നാപ്പൻ കാ പ്രതീക് ഹെ. ആ 4 കവല എന്ന് പറയുന്നത് അന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സുരക്ഷ, സ്നേഹം, ഒരു കാര്യം പഠിക്കുക എന്നതും അപ്നാപ്പൻ എല്ലാം സ്വന്തമാണെന്ന് തോന്നുന്നതും സ്വന്തമാണെന്ന് തോന്നുന്ന കാര്യങ്ങളും പ്രതിനിധീകരിക്കുന്നതാണ്. സമയ ബീതനെ പർ ജബ് കവി ബഡാ ഹോ ജാത്താ ഹെ. അതായത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കവി വലുതാവുകയും 20 बरस बीत गया. അങ്ങനെ 20 വർഷം കടന്നുപോയി. और शहर की വ്യസ്ത ജിന്ദഗി മേ ചലാ ഗയ. അതിനുശേഷം ടൗണിന്റെ വളരെ തിരക്കുള്ള ജീവിതത്തിലേക്ക് പെട്ടുപോവുകയും തബ് ഉസെ महसूस होता है कि बड़े शहर के चौक देकर उसे वे स्त्रियां याद आती है. അപ്പോൾ ആ വലിയ നഗരത്തിലുള്ള ആ 4 കവല കാണുമ്പോഴും അദ്ദേഹത്തിന് ആ സ്ത്രീകളെ ഓർമ്മ വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ജിനോനെ ബഹുത് പ്യാർ ഓർ ധ്യാൻ സെ ഉസെ ചോക്ക് പാർ കർവായാ താ. ആ സ്ത്രീകളാണ് വളരെ സ്നേഹത്തോടും കരുതലോടും കൂടെ കവിയെ ഈ 4 കവല ക്രോസ് ചെയ്യാൻ സഹായിച്ചിരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നത് സ്കൂളി സ്മൃതിയോം പർ ലിഖി ഗയി കവിതായും കഹാനിയും സംക്ലിത് കരേ. അതായത് സ്കൂളിന്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കവിതകളും കഥകളുടെയും പേരുകൾ കളക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവിടെ ഞാൻ കുറച്ച് കളക്ട് ചെയ്തത് കവിതകളാണ്. ആദ്യം ചോക്ക് അലോക് ധൻവയാണ് എഴുതിയത്. ബച്പൻ സുമിത്രാനന്ദ് പത്. നെക്സ്റ്റ് വൺ വിദ്യാ കാ മഹത് മൈഥിലി ശരൺ ഗുപ്ത. माँ की याद में हरिवंश राय बच्चन. हम पंजी उन्मुक्त गगन के शिव मंगल सिंഗ് സുമൻ. പിന്നെ ഇനിയുള്ളത് കഥകളാണ്. കഥകളിലെ ഫസ്റ്റ് വൺ ഈദ്ഗാഹ് പ്രേംചന്ദ് ആണ് എഴുതിയത്. ബച്പൻ കാ ദോസ്ത് ജയശങ്കർ പ്രസാദ്. നമക് കാ ദരോഗ പ്രേംചന്ദ്. പെഹലി കക്ഷ കാ പെഹ്ലാ ദിൻ സുഭദ്ര കുമാരി ചൗഹാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇവിടെ കുറച്ച് സിംബൽസ് ഒക്കെ തന്നിട്ടുണ്ട്. അത് എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നതാണ് നമ്മളിവിടെ പറയേണ്ടത്. അപ്പൊ അതിന് മുന്നേ എഴുതിയിട്ടുണ്ട്, ഒരു കോട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. സുരക്ഷ നാ കേവൽ ഏക് നാര ബൽക്കി ഹേ യഹ് ജീവൻ കി ഏക് ധാര. അതായത് സുരക്ഷ എന്നത് വെറും ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു സ്ലോഗൻ മാത്രമല്ല, മറിച്ച് അത് ജീവിതത്തിലേക്കുള്ള ഒരു മാർഗമാണ് എന്നതാണ് അവിടെ പറയുന്നത്. അതിൽ ഫസ്റ്റ് തന്നേക്കുന്ന ആ സിംബല് ജംഗ്ഷൻ, നാൽക്കവല എന്നതിനെ പ്രതിനിധീകരിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ട്രാഫിക് സിഗ്നലിനെ പ്രതിനിധീകരിക്കുന്നു. നെക്സ്റ്റ് വൺ പെഡസ്ട്രിയൻ ക്രോസിംഗിനെ പ്രതിനിധീകരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലിഖേ മേ ചിഹ്ന കിസ്കി സൂചന ദേത്തെ ഹെ. അതായത് ഈ ചിഹ്നങ്ങളെല്ലാം എന്തിന്റെ സൂചനയാണ് നമുക്ക് നൽകുന്നത്? അതായത് അതിൽ ഫസ്റ്റ് വൺ ഒരു മാൻ ചാടുന്ന ഒരു ചിഹ്നം കാണിച്ചിട്ടുണ്ട്. അതായത് ആനിമൽ ക്രോസിംഗ് എഹെഡ്, അതാണ് അത് പറയുന്നത്. അതിന്റെ സൂചനയാണ് തരുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് റഫ് റോഡ് ഓർ അൺഈവൻ, പരുക്കനായിട്ടുള്ള റോഡ് അല്ലെങ്കിൽ നിരപ്പല്ലാത്ത പ്രതലമാണ് മുന്നിലുള്ളത് എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. നെക്സ്റ്റ് വൺ രണ്ട് കുട്ടികൾ ഇങ്ങനെ പോകുന്നത് കാണിക്കുന്നുണ്ട്. അതായത് മുന്നിൽ സ്കൂളുണ്ട് അല്ലെങ്കിൽ സ്കൂൾ അഹെഡ് എന്നതിന്റെ സൂചനയാണ് ഈ ബോർഡുകളെല്ലാം തന്നെ നൽകുന്നത്. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉൻ സ്ത്രീയോം കാ വൈഭവ് കിസ്കെ സാത്ത് രഹാ താ. ആ സ്ത്രീകളുടെ ആ ഒരു വൈഭവം അല്ലെങ്കിൽ അവരുടെ ആ കഴിവ് ആർക്കാണ് കിട്ടിയത്? കവി കെ സാത്ത്, കവിക്കാണ് അത് കിട്ടിയത്. കവി കോ ഉൻ സ്ത്രീയോംനെ ക്യാ സിഖായ. അതായത് കവിയെ ആ സ്ത്രീകൾ എന്താണ് പഠിപ്പിച്ചത്? ചോക്ക് പാർ കർണ സിഖായ. അതായത് കവല എങ്ങനെയാണ് കടക്കുന്നത് എന്ന് പഠിപ്പിച്ചു. ഉൻ സ്ത്രീയാം കഹാം രഹ്നെ വാലി തി. അതായത് ആ സ്ത്രീകൾ എവിടെയാണ് താമസിച്ചിരുന്നത്? കവി കെ മൊഹല്ലേമേം. അതായത് കവി താമസിച്ചിരുന്നതിന്റെ ആ ഏരിയയിൽ തന്നെ ആണ് അവരും താമസിച്ചിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രീറ്റിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ഉൻ സ്ത്രീയാ സുബഹ് കഹാൻ ജാത്തി തി. ആ സ്ത്രീകൾ കാലത്തെ എവിടെയാണ് പോയിരുന്നത്? ഹർ സുബഹ് കാം പർ ജാത്തി തി. ആ സ്ത്രീകൾ എന്നും കാലത്തെ ജോലിക്കാണ് പോയിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവി കെ സ്കൂൾ കഹാം തെ. കവിയുടെ സ്കൂൾ എവിടെയായിരുന്നു? കവി കെ സ്കൂൾ ഉൻ സ്ത്രീയോം കെ കാം പർ ജാത്തെ രാസ്തേമേം പഠിത്തേ തെ. അതായത് കവിയുടെ സ്കൂള് ആ സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിന്റെ ആ വഴിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവി കോ കോൻ ഉൻ സ്ത്രീയോം കെ ഹവാലെ കർ ദേത്തി ഥി. മാ, അതായത് കവിയെ ആരാണ് ആ സ്ത്രീകളെ ഏൽപ്പിച്ചിരുന്നത്? അമ്മയാണ് ആ സ്ത്രീകളെ കവിയെ ആ സ്ത്രീകളുടെ അടുത്ത് ഏൽപ്പിച്ചിരുന്നത്. കവിയുടെ അമ്മയാണ്. കാരണം സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ അങ്ങനെ ചെയ്തിരുന്നത്. ചുട്ടി അമ്മയും കവി ക്യാ കർത്തേത്തെ. അതായത് അവധി സമയങ്ങളിൽ കവി എന്താണ് ചെയ്തിരുന്നത്? ഉൻ സ്ത്രീയോം കെ ഇന്തിസാർ കർത്തേത്തെ. ആ സ്ത്രീകളെ പോകുന്നത് നോക്കി കാത്തിരിക്കുമായിരുന്നു. കവി കോ ഉൻ സ്ത്രീയോംനെ ക്യാ സിഖായ. അതായത് ആ സ്ത്രീകൾ കവിയെ എന്താണ് പഠിപ്പിച്ചത്? ഇന്തിസാർ കർണ സിഖായ. അതായത് കാത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു. കഹാം കെ സ്കൂൾ മേം കവി പെഹ്ലി ബാർ ദാഖില ലിയാ താ. എവിടെയുള്ള സ്കൂളിലാണ് കവി ആദ്യമായിട്ട് അഡ്മിഷൻ എടുത്തത്? കസ്ബെ കെ സ്കൂൾ മേം, അതായത് ടൗണിലുള്ള ഒരു സ്കൂളിലാണ് കവി ആദ്യമായിട്ട് അഡ്മിഷൻ എടുത്തിരുന്നത്.
കുച്ച് ദിനോം ബാദ് കവി ക്യാ കർനെ ലഗെ. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കവി എന്താണ് ചെയ്തത്? കവി ഖുദ് ഹി സ്കൂൾ ജാനെ ലഗെ. അതായത് കവി സ്വന്തമായിട്ട് സ്കൂളിൽ പോകാനും വരാനും തുടങ്ങി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉസ്കെ ബി കുച്ച് ദിനോം ബാദ് കവി കെ സാത്ത് ക്യാ ഹുവ. അതായത് അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കവിക്ക് എന്താണ് സംഭവിച്ചത്? കവി കെ സാത്ത് ഓർ ബി കുച്ച് ലഡ്കെ ദോസ്ത് ബൻ ഗയെ. അതായത് കവിയുടെ കൂടെ വേറെയും ചില ആൺകുട്ടികൾ കൂട്ടുകാരായി വന്നു. ജബ് കവി കോ ഓർ കുച്ച് ദോസ്ത് മിലാ തോ ക്യാ കിയ. അതായത് കവിക്ക് പിന്നെയും കുറെ കൂട്ടുകാർ കിട്ടിയപ്പോൾ അവരെന്താണ് ചെയ്തത്? तब कवि और दोस्तों के साथ साथ कई दूसरे रास्तों से भी സ്കൂൾ ആനെ ജാനെ ലഗെ. അപ്പോൾ കവിയും തന്റെ കൂട്ടുകാരും ഒന്നിച്ച് മറ്റു പല വഴികളിലൂടെ സ്കൂളിലേക്ക് വരാനും പോകാനും തുടങ്ങി. ലേക്കിൻ अब भी कई दर्शकों के बाद भी कवि को किसे याद आती है. അതായത് ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷം കവിക്ക് എന്താണ് ഓർമ്മ വരുന്നത്? उन थोड़े से दिनों के बाद उन स्त्रियों के सहारे स्कूल जाने के बाद उन स्त्रियों की याद कवि को आती है. അതായത് ആ കുറച്ച് ദിവസങ്ങളുടെ ഓർമ്മ, അതായത് ആ സ്ത്രീകളുടെ കൂടെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ഓർമ്മ ഇപ്പോഴും കവിക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. नेक्स्ट क्वेश्चन, कवि जब छोटे थे उस समय पर कैसे सड़क पार करते थे. അതായത് കവി ചെറുതായിരുന്നപ്പോൾ അല്ലെങ്കിൽ കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ മുറിച്ച് കടന്നിരുന്നത് എന്നതാണ് ഇവിടെ ചോദിക്കുന്നത്. കവി अपने दाएं हाथों से स्त्रियों की ओर बढ़ा देते थे और बाएं हाथ से अपना स्लेट को संभालते थे. അതായത് തന്റെ ചെറുപ്പത്തിൽ കവി തന്റെ വലത് കൈ സ്ത്രീകൾക്ക് നേരെ നീട്ടുകയും ഇടത് കൈ കൊണ്ട് സ്ലേറ്റ് പിടിക്കുകയുമാണ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം റോഡ് മുറിച്ച് കടന്നിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചോക്ക് നാമക് കവിത കിസ്നെ ലിഖി ഹെ. അതായത് ചോക്ക് എന്ന് പറയുന്ന ഈ കവിത ആരാണ് എഴുതിയത്? ഇസ് കവിതക്കോ അലോക് ധൻവാനെ ലിഖി ഹെ. അതായത് ഈ കവിത എഴുതിയത് അലോക് ധൻവയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും കമന്റ്സ് ഒക്കെ അയക്കുക. ഓക്കെ ദെൻ, താങ്ക് യു.